മഹാപഞ്ചായത്തിത മഹനീയമായി പൊളിഞ്ഞടുങ്ങി. വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവിനോടൊപ്പം കാറിൽ സഞ്ചരിക്കാൻ ചെന്നപ്പോൾ നീ എൻ്റെ കൂടെ വരാൻ വേണ്ടി ആയില്ലടാ കൊച്ചനെ എന്ന് പറഞ്ഞ് നമ്മുടെ രാഹുൽ ഗാന്ധി പിടിച്ചു പുറന്തള്ളി. സ്റ്റേജിലോ കെ സുധാകരൻ എന്ന് പറയുന്ന പ്രമുഖനായ നേതാവ് തൻ്റെ അടുത്തിരുന്നപ്പോൾ ഇടോ പയ്യനെ മാറിയിരിക്കൂ എന്ന് പറഞ്ഞ് അവിടുന്ന് അദ്ദേഹത്തെ മാറ്റിയിരുത്തി KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന ആളിനെ പിടിച്ചടുത്തിരുത്തി. പിന്നെ ശശി തരൂരിൻ്റെ പ്രസംഗം എനിക്ക് കേൾക്കണ്ട, അതുകൊണ്ട് ഞാൻ വരുന്നതിന് മുമ്പേ ആ പഹയനെ കൊണ്ട് പ്രസംഗിപ്പിച്ച് തീർത്തേക്കണം എന്നുള്ളതായിരുന്നു ശശി തരൂരിനോടുള്ള ആറ്റിറ്റ്യൂഡും. പിന്നെ രമേശ് ചെന്നിത്തല പണ്ട് അച്ഛൻ്റെയൊക്കെ സ്വന്തം ആളായിരുന്നു, പക്ഷെ അതൊന്നും മോന് കാര്യമല്ല. രമേശ് ചെന്നിത്തല അവസാനം ഒരു ചാൻസ് കൊടുത്തു. ഇപ്പം ചുരുക്കം എല്ലാവരും പറയുന്നത് മഹാപഞ്ചായത്ത് പൊളിഞ്ഞടുങ്ങി എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിക്ക് പക്വത പോരാന്ന്. അയ്യോ, പക്വത പോരാത്തതല്ല, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ സീറ്റിൽ നിന്നും പിടിച്ചെഴുന്നേപ്പിച്ച് അവിടെ വലിഞ്ഞു കയറിയിരുന്ന സ്വന്തം മാതാവിൻ്റെ പ്രവൃത്തി അദ്ദേഹം അനുവർത്തിച്ചു. പിന്നെ ഇദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില എന്താണെന്ന് അറിയില്ല. കാര്യം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു അന്തസ്സ് നിലനിർത്തിക്കൊണ്ടല്ലല്ലോ പുള്ളിയുടെ പ്രവർത്തനവും പ്രചാരണവും ഒക്കെ നടക്കുന്നത്. അദ്ദേഹത്തെ എന്തിന് കുറ്റം പറയണം എന്നുള്ളതാണ് എൻ്റെ പ്രസക്തമായൊരു ചോദ്യം. രാഹുൽ ഗാന്ധിയെ എന്തിനു കുറ്റം പറയണം? രാഹുൽ ഗാന്ധി ഒരിക്കലും വലിഞ്ഞു കയറി വന്ന് എന്നെ നേതാവാക്കണം, എനിക്ക് മന്ത്രിയാകണം, എനിക്ക് പ്രധാനമന്ത്രിയാകണം എന്നൊന്നും അയാൾ പറഞ്ഞിട്ടില്ലല്ലോ. അയാളെ പിടിച്ച് കൊണ്ട് ഓരോ സ്ഥാനങ്ങളിൽ ഇരുത്തും. അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ കയറി ഒരാളിരിക്കുമ്പോൾ ആ സ്ഥാനത്തിന് അനുയോജ്യമായ പ്രവർത്തനം അയാളിൽ നിന്ന് വരില്ല. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും നമ്മുടെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ കോൺഗ്രസ് നേതൃത്വത്തിനില്ല എന്നുള്ളതാണ്. പിന്നെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന വസ്ത്രധാരണമാണോ അദ്ദേഹത്തിൻ്റെത്? വിശേഷിച്ചും പ്രതിപക്ഷ നേതാവാകുമ്പോൾ ഒരു വലിഞ്ഞു മുറുകുന്ന ഒരു സ്ലാക്കും ഒരു പാൻറ്റും ഇട്ടുകൊണ്ട് ഓരോരോ കൗബോയെ പോലെ നടക്കുന്ന ഒരു പയ്യൻ. അദ്ദേഹം കംബോഡിയയിലും വിയറ്റ്നാമിലുമൊക്കെ പോയി കളിച്ച് നടക്കുന്ന ഒരു പയ്യൻ. അയാളെ പിടിച്ച് ഈ സ്ഥാനത്തൊക്കെ ഇരുത്തിയിട്ട് മഹാപഞ്ചായത്ത് വിളിച്ചു കൂട്ടിയ ഈ മഹാന്മാരുടെ വിവരദോഷത്തെക്കുറിച്ചല്ലേ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്? ഏതായാലും കോൺഗ്രസ്സിന് അല്പം അനുകൂലമായി വന്ന സാഹചര്യം ഇതോടുകൂടി പൊളിഞ്ഞടുങ്ങി. പിണറായിയുടെ സമയം നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അദ്ദേഹത്തിൻ്റെ ഗ്രഹനില ഒരുപക്ഷേ മിക്കവാറും എല്ലാ ഗ്രഹങ്ങളും ഉച്ചസ്ഥായിയായിട്ട് പ്രവർത്തിക്കുകയായിരിക്കും. അതായിരിക്കാം എല്ലാ അവസരങ്ങളും അദ്ദേഹത്തിന് അനുകൂലമായി വന്ന് ഭവിച്ചു കൊണ്ടിരിക്കുന്നത്.